പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഒരു കരാറാണ് ഇത്. ഈ കരാറിൻ്റെ അർത്ഥം ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ മറ്റേ രാജ്യം സഹായമായി എത്തും എന്നതാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചേർന്നാണ് ഈ പ്രതിരോധ കരാറിന് അംഗീകാരം നൽകിയത്. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ്. ഈ പ്രതിരോധ കരാർ മിഡിൽ ഈസ്റ്റിലും ദക്ഷിണേഷ്യയിലും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടാൽ സൗദി അറേബ്യ അതിനെ പിന്തുണയ്ക്കും. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ അതിനെ പിന്തുണയ്ക്കും. അതാണ് ലളിതമായി പറഞ്ഞാൽ ഈ കരാറിൻ്റെ വ്യവസ്ഥ. അപ്പോൾ യുദ്ധമോ ആക്രമണമോ ഉണ്ടായാൽ ഒരു സഖ്യകക്ഷി പരസ്പരം സഹകരിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം, ഇതാണ് ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം ഉയരുകയാണ്. ഇന്ത്യയുമായി അതിർത്തി സംഘർഷമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന് ഇത്തരത്തിലൊരു കരാറിൻ്റെ ആവശ്യകത ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് സൗദി അറേബ്യ ഇതുപോലെ ഒരു കരാറിൽ ഏർപ്പെടാൻ നിർബന്ധിതരായി? അതിന് പല കാരണങ്ങളാണ് ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി അറേബ്യ അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയായിരുന്നു. എണ്ണസമ്പന്നമായ ഒരു രാജ്യമാണ്, ഒരു സമ്പന്ന രാജ്യവുമാണ്. പ്രതിരോധ കരാറിൽ പാകിസ്ഥാൻ്റെ താൽപ്പര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യയിൽ നിന്നുള്ള ഭീഷണിയാണ്. അത് പാകിസ്ഥാനെ നിരന്തരം ഭയപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുന്നു എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പേൽഗാം തീവ്രവാദി ആക്രമണം നടന്ന ഏപ്രിൽ 22 ശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഭീകരാക്രമണത്തിനുള്ള ഒരു മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാനെയും അതിൻ്റെ ഭീകരരെയും ഒക്കെ വിറപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ദൂർ വഴി കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം വരെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് മുന്നിൽ പതറിയ പാകിസ്ഥാൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ അതിന് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘർഷ സാധ്യത എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു സഖ്യകക്ഷിയുടെ ആവശ്യം ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇത്തരമൊരു കരാറിന് തയ്യാറാകുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം സൗദി അറേബ്യ അതിന് തയ്യാറായത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. അപ്പോൾ ആണവായുധ ശക്തിയാണ് പാകിസ്ഥാൻ. വളരെ കാലമായി സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ ഒരു സൈനിക പങ്കാളിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നിട്ടുണ്ട്. സൗദി അറേബ്യ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ പാകിസ്ഥാൻ ഈ കരാർ പ്രയോജനപ്പെടുത്തിയേക്കാം എന്ന് കരുതുന്നവർ ഉണ്ടാകാം. എന്നാലും ഈ കരാർ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുകൂടി ഒരു ആസൂത്രിത നീക്കമായി വേണം കാണാൻ. സൗദി അറേബ്യ അമേരിക്കയെ ഇപ്പോൾ അത്രയങ്ങ് വിശ്വസിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഈ കരാർ അമേരിക്കൻ വഞ്ചനയുടെ ഫലമാണ് എന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സൗദി അറേബ്യ ഇസ്രയേലുമായി ഒരു സാധാരണ ബന്ധം നിലനിർത്തണം എന്നാണ് അമേരിക്ക ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അപ്പോൾ US സുരക്ഷാ ഉറപ്പുകളെ സൗദി അറേബ്യ ഇപ്പോൾ അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. തിരിച്ചു നോക്കിയാൽ സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം $41.88 ബില്യൺ ആയിരുന്നു. ഇരു രാജ്യങ്ങളും ആഴത്തിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ബന്ധങ്ങൾ പങ്കിടുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാരം അത് നോക്കിയാൽ കഷ്ടിച്ച് ഒരു $3-4 ബില്യൺ മാത്രമാണ്. അതിനാൽ സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കും എന്ന് വിശ്വസിക്കാൻ ആകില്ല. സൗദി പാകിസ്ഥാൻ പ്രതിരോധ കരാറിൽ നോക്കിയാൽ അത് കടലാസിൽ പരസ്പര പൂരകമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടാൽ ഒരുപക്ഷേ പിന്താങ്ങാൻ റിയാദിന് കഴിയില്ല. കാരണം ഇന്ത്യയുമായുള്ളൊരു ബന്ധം അപകടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കില്ല. മാത്രമല്ല ഇസ്രായേൽ എപ്പോൾ വേണമെങ്കിലും സൗദിയുമായി അവരുടെ തർക്കത്തിൽ ഏർപ്പെടാം. അപ്പോൾ മതം, രാഷ്ട്രീയം, ഉടമ്പടി എന്നീ കാരണങ്ങൾ മുൻനിർത്തി പാകിസ്ഥാന് ഇടപെടേണ്ടി വരും. വർഷങ്ങളായി സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ ആണവായുധ പദ്ധതിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ അതിൻ്റെ രഹസ്യമായ സാമ്പത്തിക സഹായമൊക്കെ ഇതിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പരക്കെ അറിയപ്പെടുന്നൊരു കാര്യമാണ്. പാകിസ്ഥാൻ ജനറൽ ഫിറോസ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈറ്റിംഗ് ഗ്രാസ്, ദ മേക്കിംഗ് ഓഫ് ദി പാകിസ്ഥാൻ ബോംബ് എന്ന പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ചൊക്കെയുള്ള പരാമർശം. ഇത് എല്ലാ സൈനിക മാർഗങ്ങളും ഈ കരാറിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇപ്പോൾ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത്.
സൗദി അറേബ്യയുടെ പ്രധാന സുരക്ഷാ ആശങ്ക യമനിലെ ഹൂത്തി വിമതരാണ്. അവർ സൗദി പ്രദേശത്തേക്ക് മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂതികളും സൗദി അറേബ്യയും തമ്മിൽ ഭാവിയിലും സംഘർഷമുണ്ടായേക്കാം. അപ്പോഴൊക്കെ ഇതുപോലൊരു സഖ്യകക്ഷിയുടെ ആവശ്യം അവർക്ക് ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. 1967 മുതൽ പാകിസ്ഥാൻ 8000-ൽ അധികം സൗദി സൈനികർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യമനിൽ ഈജിപ്ത് നടത്തിയ ഒരു പ്രശ്നത്തെ തുടർന്ന് ഉടലെടുത്ത ഒരു സംഘർഷത്തിൽ 1960-കളിൽ പാകിസ്ഥാൻ സൈനികർ സൗദി അറേബ്യയിലേക്ക് പോവുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. 2015-ൽ യമനിൽ സൗദിയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലിന് ഒരു സൈനിക സഹായം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് സൈന്യത്തെ അയക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വഷളാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇത് പാകിസ്ഥാന് ഒരു സുരക്ഷ എന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു കരാറാകാൻ വഴിയില്ല. കാരണം സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും സൗദിയിൽ ഉണ്ടായ ചില ആശങ്കകൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിലാണ് പാകിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തി അവരുടെ ഒരു സഖ്യസാധ്യത അവർ വിപുലീകരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്.